ഹായ് സ്റ്റുഡൻസ്, MT CSRലെ 5th മൊഡ്യൂളായിട്ടുള്ള CSRലെ ഒരു പോർഷനാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സ്റ്റേക്ക് ഹോൾഡർ തിയറി? അതായത് ഒരു ബിസിനസ്സിൽ സ്വാധീനം ചെലുത്തുന്നവർ, അത് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, ഇപ്പോൾ ഓണേഴ്സ് ആവാം, ഷെയർ ഹോൾഡേഴ്സ് ആവാം, ഇവർ ആ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, അവരാണ് സ്വാധീനം ചെലുത്തുന്നവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നവർ, അതായത് ആ ഒരു ബിസിനസ് നല്ല ലെവലിൽ ഹൈ പ്രോഫിറ്റിലും നല്ലൊരു അടിപൊളിയായിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഫുൾ ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇത് കാരണം ആ ഒരു ബിസിനസ്സിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയും നല്ല ഫെസിലിറ്റീസ് കൊടുത്തിട്ട് ഇവർ വളർന്ന് വരികയാണ്. അപ്പം ആ ഒരു ബിസിനസ്സിന്റെ പ്രവർത്തനങ്ങൾ കാരണം എന്ത് ചെയ്യാണ്, അവിടെയുള്ള കസ്റ്റമേഴ്സോ ആരെങ്കിലും സപ്ലയേഴ്സോ ഇവർ സ്വാധീനിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ളവരെയും എന്തെന്ന് പറയും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അതായത് ആ ഒരു കമ്പനിയിലെ ഓണേഴ്സുകളോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെന്റ്, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാരണം സ്വാധീനിക്കപ്പെടുന്നവരൊക്കെ എന്തെന്ന് പറയാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ എന്ന് പറയാം. ഓണേഴ്സ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവർക്ക് വരുന്ന കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, സൊസൈറ്റി, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരും. അതായത് ഒരു ബിസിനസ്സിലുള്ള സ്വാധീനം ചെലുത്തുന്നവരും അതുപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം സ്വാധീനിക്കപ്പെടുന്നവരുമാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവരാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും താല്പര്യം കേൾക്കണം, എല്ലാവർക്കും കൺസിഡറേഷൻ കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു കമ്പനി പറയുമ്പോൾ ലാഭം കിട്ടുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്തുകൊണ്ടാവരുത്. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഒരു ഫാക്ടറി, അപ്പോൾ ഈ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ നല്ല രീതിയിലോട്ട് മലിനം പുറത്ത് വിടുന്നൊരു ഫാക്ടറിയാണ്. അതായത് വെള്ളത്തിൽ മലിനം കലർത്തുന്നു, അതായത് ഈ ഫാക്ടറിത്തെ വേസ്റ്റേജ് ഒക്കെ നമ്മൾ കടലിൽ ഒഴുക്കുന്നു. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, ലാൻഡ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അങ്ങനെ പല പൊല്യൂഷൻസും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഇത്രയും പൊല്യൂഷൻസ് അവർ കെമിക്കലാണ് ഈ പുറത്ത് വിടുന്നത്. അങ്ങനെ കെമിക്കൽ പുറത്ത് വിട്ടുകൊണ്ട് അവർക്ക് ആ ഒരു ഫാക്ടറിയിൽ ലാഭം ഉണ്ടാവുന്നു. പക്ഷെ അതെന്താണ്, നമ്മുടെ എൻവിറോൺമെൻറ്റിൽ, നമ്മുടെ മറ്റുള്ള ജനങ്ങളെ, അവരുടെ ലാൻഡിനൊക്കെ ഇവരെന്ത് ചെയ്യാൻ നശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ നശിപ്പിച്ച് കൊണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ലാഭം ഉണ്ടാക്കാൻ പാടില്ല. നെക്സ്റ്റ്, ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച്. അതായത് ഇവിടെ ഒരു ബിസിനസ് വിജയകരമാകണത് അതിൻ്റെ ലാഭത്തിൽ മാത്രം കൊണ്ടല്ല, വേറെയുള്ള കാര്യങ്ങളും അതിലുണ്ട്. അത് ഏതൊക്കെയാണ്? ഈ 3 കോമ്പോണൻസ് ആണ് ഇതിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പീപ്പിൾ. അതായത് ഈ ഒരു ബിസിനസ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ഇവിടെ പറയണത്. അപ്പോൾ 3 അപ്രോച്ചുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പീപ്പിൾ ആണ്. ബിസിനസ് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റി, സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് എന്തൊക്കെയാണ്, അതായത് ജനങ്ങൾക്ക് സേഫ്റ്റി കൊടുക്കുന്നു. കാരണം ജോലി കൊടുത്തിട്ട് അവരുടെ ലൈഫ് അവർ സെക്യൂർ ആക്കി വെക്കുന്നു. കാരണം ശമ്പളത്തിൻ്റെ രൂപേണ അവരെ സേഫ്റ്റി ആക്കി വെക്കുന്നു. അത് തന്നെയാണ് ഒരു ബിസിനസ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്താണ്, ക്വാളിറ്റി ഏറിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് നല്ല കുറച്ചുകൂടി ഡെവലപ്പ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഒരു കമ്പനി നമ്മുടെ സൊസൈറ്റിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും നൽകുന്ന കുറച്ച് ഫെസിലിറ്റീസ് ആണ്. രണ്ടാമത് പ്ലാനറ്റ്, അതായത് എൻവിറോൺമെൻ്റൽ ആസ്പെക്റ്റ്. നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ഒരു ചുമതലയും കൂടിയുണ്ട്. അതായത് നമ്മൾ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കാം. ഇനി ഇൻ കേസ് മാലിന്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളതിനെ നല്ല രീതിയിലൊരു ഡിസ്പോസൽ ചെയ്യുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കുറക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ വേസ്റ്റേജുകളൊക്കെ ഉണ്ടാവുക, അതിന് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മരങ്ങളൊക്കെ നല്ല രീതിക്ക് നട്ടുപിടിപ്പിക്കാൻ നോക്കുക. നമ്മൾ ഡീഫോറസ്റ്റേഷൻ മാക്സിമം കുറച്ചിട്ട് മരങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുക. മൂന്നാമത്തെ അപ്രോച്ചാണ് പ്രോഫിറ്റ്, എക്കണോമിക് ആസ്പെക്റ്റ്. അതായത് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവിടെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഗോൾ, അതായത് എയിം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കമ്പനി അങ്ങനൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കമ്പനീൻ്റെ പ്രോഫിറ്റിനും ഈക്വലൈസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിനെയും എന്ത് ചെയ്യണം, ഈക്വൽ ആക്കണം. രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തിട്ട് വേണം കമ്പനി അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത്.
ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാൻ, ഒരു കമ്പനി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, ഇപ്പോൾ പ്രൊഡക്ട്സിൻ്റെ പാക്കേജ് ഇതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ആ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിന് അത് സേഫ്റ്റിയാണ്, കാരണം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജുകളൊക്കെയാണ്. അപ്പോൾ അത് എൻവിറോൺമെൻറ്റുമായിട്ട് സേഫ്റ്റി ആണെങ്കിലും എന്നാൽ കമ്പനികൾക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാവേണ്ടേനും. അപ്പോൾ ഇതാണ് എന്ന് നമ്മൾ പറഞ്ഞ 3 അപ്രോച്ചസുകൾ, അതായത് ട്രിപ്പിൾ ബോട്ടം ലൈനിലെ 3 അപ്രോച്ചസ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ.